സോഷ്യൽ മീഡിയ ഒരുപാട് പേര് നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയേക്കുന്നത്. കാര്യം ഒരുപാട് സിനിമകളുടെ ജാതകം എന്താ പറയുക തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരുപാട് സിനിമേനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് സിനിമേനെ വളർത്തി വലുതാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് ഒരു 5-6 മാസത്തെ കഷ്ടപ്പാടായിരിക്കും ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കി കളയുന്നത്. ചിലപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് നമ്മളെ വലുതാക്കുകയും ചെയ്തെന്ന് വരും. പക്ഷെ അത് എന്ത് ചെയ്താലും നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ചില ആളുകൾ പൈസ വാങ്ങിച്ചിട്ട് വളരെ മോശമായിട്ട് എഴുതാറുണ്ട്, പൈസ വാങ്ങിച്ചിട്ട് വളരെ നന്നായിട്ടും എഴുതാറുണ്ട്. ഇത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് എത്തിക്സ് ഒക്കെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എഴുതുമ്പോൾ വളരെ ജെന്യുവിനായിട്ട് എഴുതുക. എല്ലാവർക്കും അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശമുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, എല്ലാവർക്കും ഫ്രീഡം കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിപ്രായം എഴുതുമ്പോൾ വളരെ ജെന്യുവിനായിട്ട് എഴുതുക. നമ്മുടെ അഭിപ്രായം നോക്കി സിനിമ കാണാൻ പോകുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ നോക്കാറുണ്ട്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ സത്യമാണോ നുണയാണോ എഴുതുന്നതെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ പോലും നമ്മളെ പോലുള്ള ആളുകൾ വരെ അത് നോക്കിയിട്ട് സിനിമ കാണാൻ പോകുന്നവരാണ്. അപ്പോൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ മാക്സിമം നന്നായി ജെന്യുവിനായി ഒരു സത്യസന്ധമായ അഭിപ്രായം എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചീത്തയാണെങ്കിൽ പറയാതിരിക്കുകയായിരിക്കും നല്ലത്. കാര്യം ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ്, അത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരുപാട് പേര് രാത്രിയെന്നില്ല പകലെന്നില്ലാതെയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് മാസത്തെ കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ഒരു വാക്കുകൊണ്ട് നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ദോഷം കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക, ജെന്യുവിനായിട്ട് എഴുതുക. മറ്റു ഹോബീസ് എന്ന് പറയുന്നത് ഇപ്പൊ സിനിമ മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് മുമ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ ഇങ്ങനെ ഗുണ്ടുമണി ആയതിനു ശേഷം ഡാൻസ് ഒക്കെ നിർത്തി. പക്ഷെ ഡാൻസ് ഇപ്പോഴും എനിക്കിഷ്ടമാണ്. വീട്ടിലൊക്കെ തുള്ളി തുള്ളി നടക്കുന്നതല്ലാതെ പുറത്ത് സ്റ്റേജിലൊന്നും ഇപ്പൊ പോയി ചെയ്യാറില്ല. പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ സിനിമ മാത്രമേ ഉള്ളൂ. സിനിമയാണ് ഏറ്റവും വലിയ ഹോബി. കാര്യം അതെന്റെ ജീവിതമാർഗവും കൂടെയാണ്. അപ്പം നല്ല സിനിമകളും പൊട്ട സിനിമകളും ഒരു ദിവസം പോലും ഓടാത്ത സിനിമകളും എല്ലാം ഞാൻ ഒന്നിലെ തിയേറ്ററിൽ പോയി കാണും, അല്ലെങ്കിൽ CD എടുത്ത് കാണും. കാര്യം എന്തുകൊണ്ടാണ് ആ സിനിമ മോശമായത് എന്നുള്ളത് അറിയണമല്ലോ, എവിടെയാണ് അതിന് പാളിച്ച പറ്റിയതെന്ന് അറിയണം. എല്ലാ സിനിമകളും എടുത്ത് കാണാറുണ്ട്. ഇപ്പം തിയേറ്ററിൽ ഓടിയില്ലേ പോലും, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് വന്നില്ല, CD മാത്രമേ വന്നുള്ളെങ്കിൽ ഞാൻ CD എടുത്ത് കാണും. അപ്പൊ എല്ലാ സിനിമകളും കാണാറ്. ഇപ്പൊ സിനിമ കാണുക, അതിരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബി. പ്രൊഡക്ഷൻ ഒബ്വിയസ്ലി ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആക്ടിങ് എനിക്ക് അത്രയും ടെൻഷൻ ഒന്നും തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ ഇച്ചിരി ടെൻഷനുള്ള കാര്യമാണ്. ഞാൻ ആമേനിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് പോയി ഞാൻ അഭിനയിച്ച് തിരിച്ചു വന്നു. പക്ഷെ സക്രിയയുടെ ഗർഭിണികളിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മേലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാനേ പാടില്ല എന്നുള്ളത്. കാര്യം നമ്മള് ഡെയിലി എന്തെങ്കിലും കാര്യത്തിന് ചീത്ത പറയുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്, അവിടെ നിന്ന് കരയുക, ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എന്തായാലും അഭിനയിക്കത്തില്ല എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ പെരിച്ചാഴിയില് ഒരു ചെറിയ ഗസ്റ്റ് റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരാളെ US കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ലാഭിച്ചതാണ്. പക്ഷെ എന്നാലും നല്ലൊരു ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇതിനകത്ത് വിജയ് ചെയ്യുന്ന സണ്ണി കുരിശിങ്കൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വൈഫ് ക്യാരക്ടറാണ്. എൽസ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു കോട്ടയം അച്ചായത്തി ക്യാരക്ടറാണ്. മരുന്നുകളൊക്കെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് അറിയാനുണ്ട്. സ്പൈനൽ നെർവിലെ നമ്മളെ പേടിപ്പിച്ച ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അത് പൂർണ്ണമായി ഒഴിഞ്ഞു. യു കെൻ സേ ഇറ്റ്സ് എ ന്യൂ ലൈഫ്. ജീവിതത്തെ ശരിക്കും തിരിച്ചു പിടിച്ചു.
പിന്നെ ഫിസിയോതെറപ്പി കണ്ടിന്യൂ ചെയ്യണം. ഏരിയ ഒരു 2 മാസം. എണീറ്റ് നടക്കും താൻ പഴയതുപോലെ. എന്നിട്ട് വീണ്ടും പറക്കാം, ജസ്റ്റ് ലൈക്ക് യുവർ ഫേവറേറ്റ് ഷൂമാക്കർ. മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കണം. നല്ല സ്നേഹവും സമാധാനവും. അതൊക്കെ ഹരിയുടെ കോൺഫിഡൻസ് കൂട്ടും. സി, മരുന്നുകളെ പോലെ അതിനും പ്രാധാന്യമുണ്ട്. ഓക്കെ? എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു മെൻറ്റർ എന്ന് തന്നെ പറയുന്നത് വിജയാണ്. ഇപ്പോൾ വിജയാണ് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തന്നെ എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ആരെങ്കിലും പാടെ ഒരാൾ പറഞ്ഞാൽ കേൾക്കും. ഒന്ന് എൻ്റെ പപ്പയും വിജയല്ലാതെ വേറെ ആർക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്നാണ് സാധാരണ പറയാറ്. കാര്യം ഞാൻ ഇച്ചിരി കുറച്ച് എടുത്തുചാട്ടം കൂടുതലുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിജയ് ആണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. അപ്പം വിജയ് കഴിഞ്ഞാൽ പിന്നെ ലിജോ ഉണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി ആമേൻ്റെ ഡയറക്ടറാണ്. പിന്നെ എൻ്റെ ഫ്രൈഡേ സിനിമയിലെ ഡയറക്ടർ ലിജിൻ, റൈറ്റർ നജീം ഖോയ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, സിനിമയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആൻ, ഫഹദ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രൈഡേ ടീമാണ്. ഫ്രൈഡേയിലെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എപ്പോഴും ഫസ്റ്റ് സിനിമയിലെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രൈഡേ ടീമാണ്. നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. എന്നാ കല്യാണം? നിങ്ങളിൽ ആർക്കാ കുഴപ്പം? ആശാരിമാരുടെ വേലത്തെ നീ എന്റെ അടുത്ത് കാണിക്കല്ലേ. വണ്ടി എടുത്ത് മാറ്റടാ. 10 രൂപ കുറവുണ്ട് കേട്ടാ. പപ്പയും മമ്മിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ. അത് കൊച്ചിലെ മുതലേ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും അവര് പറയും, അത് ചെയ്ക്ക്. ഇപ്പം ഞാൻ എല്ലാത്തിലും പിന്നോട്ട് നിൽക്കുന്ന ഒരാളെ. ഇല്ല, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിന്നാലും പപ്പയും മമ്മിയും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത്, ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെയാണ് കൊച്ചിലെ മുതൽ ഞാൻ ഡാൻസിന് ഒക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കാര്യങ്ങളിലെല്ലാം എന്നെ ഒന്നാമത് എത്തിച്ചിട്ടുണ്ട് എപ്പോഴും പപ്പയും മമ്മിയും. അപ്പൊ അങ്ങനെ തന്നെ കുറെ പുഷ് ചെയ്ത് ആദ്യത്തെ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് കീറിപ്പോക്കോളും. അത് പപ്പയ്ക്കും മമ്മിക്കും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ സിനിമയില് അവരുടെ രണ്ടുപേരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ സ്നേഹയായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തുടങ്ങിയത്. ഞാൻ മാത്സിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് സ്നേഹയാണ് അക്കൗണ്ട്സ് കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സ്നേഹ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നത്തിലാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു നല്ലൊരു ടീമുണ്ട്. സ്നേഹ എന്ന് പറയുന്നത് സ്നേഹ ആകെ ഇപ്പൊ ഒരു 7 മാസമായുള്ളൂ ഞാൻ അവളെ പിരിഞ്ഞിരിക്കുന്നത്. അതില് US പോയപ്പോ 2 മാസം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. അപ്പൊ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എല്ലാരും ട്വിൻസ് എന്ന് വിളിച്ചോണ്ടിരുന്നത്. എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് അവളും പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കമ്പനി തുടങ്ങിയപ്പോ ആ കൂട്ടത്തിൽ എന്റെ അക്കൗണ്ടന്റായി അവളും തുടങ്ങി. ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയ ഒരു 5-6 മാസമാണ് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക്, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സ്നേഹ. വേറെ അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിക്കുകയും എന്നെ അതേപോലെ തന്നെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഫോട്ടോസിലും എൻ്റെ എല്ലാ അപ്ഡേറ്റ്സിലും സ്നേഹം ഉണ്ടാവും. സെൽഫി ഞാൻ എടുക്കാൻ തുടങ്ങിയത് എൻ്റെ പേജ് ഉണ്ടായതിനു ശേഷം. അപ്പോൾ പേജിൽ ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും സ്റ്റേറ്റസ് ഇട്ട് ഞാൻ ഇവിടെ പോകുന്നു അല്ലെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനിമയുടെ ഇന്ന ദിവസമാണ് റിലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരു അനക്കവും ഇല്ലായിരിക്കും. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൈക്കും കമന്റ്സും ആണ്. നമ്മൾ അറിയാതെ അങ്ങനെ അതിലേക്ക് അങ്ങനെ അട്രാക്റ്റഡ് ആയി പോയതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ അത് ഇച്ചിരി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിന് സെൽഫി ഒരു ഒരു രോഗമാണെന്നൊക്കെ ഇപ്പൊ വട്ടാണെന്നോ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറയ്ക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ.
ഇനി ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ലേ എന്നെനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്. ഒരാൾ ഇതുവരെ ഒന്ന് ഐ ലവ് യു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വിജയ് പറയും, നീ കൂടുതൽ ആണുങ്ങളെ പോലെയാണ് പെരുമാറുന്നത്, പിന്നെ എങ്ങനെയാണ് നിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നത് എന്ന് പറയും. അപ്പൊ ഇതുവരെ അങ്ങനെ എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതിലും അങ്ങനെയില്ല. എനിക്കൊന്നും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരുന്നായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോ എല്ലാവരും സിനിമയായിട്ട് തന്നെ കാണുന്ന ആൾക്കാരാണ്. സിനിമയിലുള്ളവരെല്ലാരും വളരെ സീരിയസ് ആയിട്ട് അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ, എന്താ പറയാ, എങ്ങനെ സിനിമ നന്നാക്കാം, എങ്ങനെ കൂടുതൽ ഭംഗിയാക്കാമെന്ന് നോക്കാനാണ് എല്ലാരും ശ്രമിക്കാറ് ഇപ്പോ. അതല്ലാത്ത കാര്യങ്ങളിലേക്ക് എനിക്കറിയില്ല. ഞാൻ അതിന്റെ വേറൊരു സൈഡ് ആയതുകൊണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. ഞാൻ ഇപ്പം സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യുക, അതിൻ്റെ ഇടയിൽ തന്നെ നല്ല ഏതെങ്കിലും ചെറുക്കനെ കിട്ടിയ കല്യാണം കഴിക്കും നോക്കുന്നുണ്ട്. അപ്പോൾ സിനിമയാണ് ഇപ്പോൾ പ്രയോറിറ്റി. അപ്പം സിനിമ നല്ല നല്ല സിനിമകൾ 2-3 ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സിനിമയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നല്ലൊരു ചെക്കനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കും. എനിക്ക് സ്ട്രെസ്ഡ് ആവുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഷോപ്പിംഗ് ആണ്. അപ്പം ഞാൻ ഭയങ്കര ഷോപ്പഹോളിക്കാണ്. അപ്പം ഞാൻ ടെൻഷൻ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ആഗ്രഹിക്കുന്നത് ഷോപ്പിംഗ് ആണ്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിലാക്സ്ഡ് ആയി, എന്റെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം പോയി കിട്ടും. എന്റെ ഡ്രസ്സ് കൂടുതലും സെലക്ട് ചെയ്യുന്ന പപ്പയും മമ്മിയാണ്. പപ്പയും മമ്മിയും കൊണ്ടുവരുന്ന ഞാൻ ഇടുന്നു. പിന്നെ ഞാൻ അതിൽ മിക്സ് ആൻഡ് മാച്ച് നടത്താറുണ്ട്. അതാണ് ഇപ്പം എന്റെ മമ്മിക്ക് കുറെ ഫ്ലാഷി കളേഴ്സാണ് ഇഷ്ടാവുക, പപ്പയ്ക്ക് നേരെ ഓപ്പോസിറ്റ്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണ് ഞാൻ എടുത്തിടുന്നത്. അപ്പം അതായിരിക്കാം എനിക്ക് തോന്നുന്നു. പിന്നെ ചില ഒക്കേഷൻസിൽ ഇപ്പൊ സ്നേഹയുടെ വെഡിങ്ങിന്റെ സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ തന്നെ എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്തെല്ലാം പപ്പയും മമ്മിയും കൊണ്ടുവരുന്നത്. കാര്യം എനിക്ക് പോയി വാങ്ങിക്കാനുള്ള സമയം കിട്ടത്തില്ല, എനിക്ക് ഓൾട്ടർ ചെയ്യാൻ പോകാൻ പോലും എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം പപ്പയും മമ്മിയാണ് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അവര് കൊണ്ടുവരുന്ന ഇടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മുടിയിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കളറടിച്ച് കയറ്റാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഓരോരോ കളറ് കേട്ട് നോക്കും. അങ്ങനെ മുടിയിൽ ഞാൻ എൻ്റെ വക പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ സിനിമയോട് അത്ര വലിയ താല്പര്യമൊന്നും ഉള്ള ആളായിരുന്നില്ല. എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പ എന്നെ കൊച്ചിലെ 2-3 സിനിമകളിലൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനുശേഷം വലുതായതിനു ശേഷം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഡാൻസിനോടും അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു. സ്കൂളിലൊക്കെ ബാക്കി എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ സിനിമയിൽ അങ്ങനെ ആരെയും പരിചയമില്ല. സിനിമയോടൊന്നും വല്ലപ്പോഴും പോയൊരു സിനിമ കാണുക എന്നല്ലാതെ പപ്പയും മമ്മിയെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു സിനിമ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. അതല്ലാതെ ഒരുപാട് സിനിമ കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനോടോ നടിയോടോ ഒക്കെ ഇഷ്ടം തോന്നുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ ഫ്രൈഡേ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ഡയറക്ടറും റൈറ്ററും കൂടെ ഒരു വലിയ ആക്ടറിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അപ്പൊ തന്നെ ഞാൻ അവിടെ ഇരുന്ന്, അന്ന് തുടക്കമായതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അന്ന് ആ നടനിട്ടേ ജോയി അത് കേട്ടത്. അപ്പൊ പിന്നീടാണ് എനിക്ക് ഫ്രൈഡേ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയെ ഞാൻ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. സിനിമ ഇത്രയും വലിയൊരു സംഭവമാണ്, ഇതിനകത്ത് ഇത്രയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ സിനിമയോട് ഇപ്പൊ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പണ്ട് അങ്ങനെ സിനിമ അറിയില്ലായിരുന്നു, എന്താണ് വല്ലപ്പോഴും ഒക്കെ പോയി കാണും, അങ്ങനെ അല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ സിനിമ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് സിനിമയാണ്.
ഇംഗ്ലീഷ് പേരുകൾ ഇടുന്നതിനോട് എനിക്കങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പേര് ഇടുക എന്നുള്ളതാണ്. എന്താണ് ആ പേരിൽ ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ആവണം, അത്രേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ആ പേരിൽ ആ സിനിമ എന്താണെന്നുള്ള ആളുകൾക്ക് ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടുന്ന ഒരു പേരായിരിക്കണം എന്ന് മാത്രം. അപ്പം ഇപ്പം മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ, മങ്കിപ്പൻ എന്നുള്ള പേരിട്ടപ്പോൾ എല്ലാവരും ഞങ്ങളോട് അത് മാറ്റാൻ പറഞ്ഞു. കാര്യം അതൊരിക്കലും അതിനൊരു വളരെ ചെറിയ ഓഡിയൻസേ കിട്ടുകയുള്ളൂ. അതൊരിക്കലും മാസിലേക്ക് പോവില്ല മങ്കിപ്പൻ എന്ന് പറഞ്ഞൊരു പേര്. അത് മാത്രമല്ല അതിൻ്റെ റൈറ്റ്സ് വിൽക്കാനും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ മങ്കിപ്പൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തോ പിള്ളേർ കളിയാണ്, എന്തോ ചെറിയ പടമാണെന്ന് വിചാരിച്ച് കളയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ പേരിൽ, കാര്യം ആ പേരിന് ആ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മങ്കിപ്പനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇട്ടത്. അത് എന്താണ് ആ സിനിമ എന്താണെന്നുള്ളത് ആ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ആ പേര്, ആ സിനിമ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനോപ്സിസ്, സിനിമയുടെ തന്നെ ഒരു സിനോപ്സിസ് എന്താ പറയുക, ഒരു വേർഡിൽ നമ്മൾ ആ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ സിനിമ പേര് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും മനസ്സിലാക്കുക എന്നുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ ഇത് കഴിഞ്ഞ ഉടനെ അനൗൺസ് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് അത് ആ സമയത്ത് നടന്നില്ല. അപ്പൊ അതിനുശേഷം അതൊക്കെ വിട്ടു. പെരിച്ചാഴിയുടെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. പെരിച്ചാഴിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ചെന്നൈയിലാണ് പെരിച്ചാഴിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ചെന്നൈ പോയപ്പോൾ അവിടെ ശരവണ ഭവനിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ വെയിറ്റർ വന്നിട്ട് വിജയുടെ അടുത്ത് മങ്കിപ്പനിലെ സാറ് തന്നെ എന്നൊന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആകെ ഷോക്കായി. ഒരു പക്ക തമിലിയൻ ആയിട്ടുള്ള ഒരാള് മങ്കിപ്പനിലെ സാറല്ലേ, മാസ്റ്റർ അല്ലേ എന്ന് വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ ആ പുള്ളി പറഞ്ഞ് എന്താണ് തമിഴിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ആദ്യം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇത് നെക്സ്റ്റ് തമിഴ് ചെയ്യാണ്, ഇനി തമിഴ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഞങ്ങൾ 2-3 ആക്ടേഴ്സിനെ കണ്ടു, ഇപ്പൊ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മങ്കിപ്പന്റെ തമിഴാണ്. അത് എന്തായാലും ചെയ്തിരിക്കും. കാര്യം അത് എല്ലായിടത്തും ഉള്ള ആളുകൾക്ക് എന്താ പറയാ, എല്ലായിടത്തും കുട്ടികളുണ്ട്. എല്ലാ വലിയതായ ആൾക്കാരും ഒരിക്കൽ കുട്ടികളായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മങ്കിപ്പൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയും ഓടുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് മങ്കിപ്പന്റെ തമിഴാണ്. പെരിച്ചാഴി കഴിഞ്ഞ ഉടനെ മങ്കിപ്പൻ തമിഴ് ചെയ്യാൻ പോവുക. ഇപ്പൊ വിജയ് എന്ന് പറയുന്ന ഒരാള് 16 years ആയിട്ട് മീഡിയയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം എന്താണ് ആളുകൾക്ക് വേണ്ടത് എന്ന് നോക്കി നമ്മൾ എവിടെ ആളുകൾ ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് മാർക്കറ്റ് ചെയ്യാറ് എപ്പോഴും. അപ്പം ഇപ്പൊ ആടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ഈ ആടാണ്. അപ്പൊ ഈ ആട് എന്ന് പറയുന്നത് സിനിമയിലെ നായികയാണ്. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ അതാണ് ഒരു ഫൺ റൈഡാണ് ആ സിനിമ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സിനിമകളാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിപ്പോ അതിന്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും ആ രീതിയിലുള്ളതായിരിക്കും. അപ്പൊ ആടിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും.